ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ ഫസേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറി സെക്ഷനിലെ 7ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, എന്നാൽ നല്ല ഭംഗിയാണ്. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ പേര് എഴുതി കൊടുക്കുക കേട്ടോ. നിങ്ങൾ പെന്നോണ്ട് തന്നെ എഴുതുക. പെൻസിലുകൊണ്ട് എഴുതുമ്പോൾ അത് പിന്നീട് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇഴ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ഇഴ ത്രെഡ് അടർത്തി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്നും ചെയ്യുന്നത് പോലെ ഒരറ്റം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ ലൈനിൻ്റെ ഒരു അറ്റത്ത് നിന്ന് നീഡിൽ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ഒരു പോയിൻറ്റിലൂടെ തന്നെ താഴ്ത്തി നീഡിൽ കുറച്ച് മാറി പൊക്കിയെടുത്തിട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുക. നീഡിലിൻ്റെ അടിയിലൂടെ ത്രെഡ് എടുക്കുക, എന്നിട്ട് നീഡിൽ വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇനിയാണ് നമ്മുടെ ചെയിൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തിരുന്നത് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെയായിരുന്നു പിന്നീടും നീഡിൽ താഴ്ത്തി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ചങ്ങല പോലെ ആണല്ലോ അല്ലേ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിരുന്നത്, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നിട്ട്. എന്നാൽ നമ്മൾ ലേസി ഡേസി അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഓരോ പെറ്റൽസും ഓരോ ലൂപ്പും ഗ്യാപ്പിട്ട് ഓരോ പെറ്റൽസ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂപ്പിനെ ഇവിടെ ഉറപ്പിച്ച് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ആ ലൂപ്പിൻ്റെ പുറത്തേക്കാണ് നമ്മൾ നീഡിൽ താഴ്ത്തുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ലൂപ്പിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് അടുത്ത ലൂപ്പ് ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ അടുത്ത ലൂപ്പ് ഇതുപോലെ ചെയ്യാണ്. അപ്പോൾ മനസ്സിലാവാത്തവർ ശ്രദ്ധിച്ച് നോക്കുക, വീണ്ടും ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലാവാത്തവർ റിപ്പീറ്റ് ചെയ്ത് കാണുക. നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തേക്ക് ഓരോ ലൂപ്പ് ഉറപ്പിച്ച് കൊടുക്കുന്ന പോലെ തന്നെ നീഡിൽ താഴ്ത്തിയിട്ട് അതങ്ങനെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഇത് നമുക്ക് മോട്ടിഫിലോട്ട് ചെയ്യുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാ ഞാൻ പെൻസിലോട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. ഫ്ലവേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊരു ജസ്റ്റ് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പെൻസിലോട്ട് വരയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല കളർ കുറവായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ത്രെഡിലോട്ട് ആ ഒരു പെൻസിലിൻ്റെ കളർ വന്നിട്ട് മിക്സ് ആവാൻ ഒരു ഡാർക്ക് കളറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ലൈറ്റ് കളറോട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് വരും. അപ്പോൾ നല്ല കളർ കുറവായിട്ട് തന്നെ നമ്മൾ വരയ്ക്കണം. പെൻസിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ മാക്സിമം കാർബൺ പേപ്പറോട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഇല്ലാത്ത ഒരു സമയത്തൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്ത ആ ഒരു ഫ്ലവർ എൻ്റെ വീഡിയോ മിസ്സായി പോയി. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഓരോ പെറ്റൽസും സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു മാറ്റമേ ഉള്ളൂ. ബാക്കി നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. സെൻറ്ററിൽ നിന്നാണ് ഓരോ പെറ്റൽസും, ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഓരോ പെറ്റൽസും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ആ ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ലൂപ്പ് കൂടെ ചെയ്താൽ ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡിലും കൂടെ ഈ ഫ്ലവർ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ സെൻറ്ററിൽ ഗ്യാപ്പ് ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഗ്യാപ്പ് വരുന്ന ഒരു രീതിയിലും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ചെറിയ സർക്കിൾ അതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പെറ്റൽസിന് വേണ്ടിയിട്ട് ഓരോ ലൈന് ആദ്യം വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് നേരത്തെ ചെയ്തതിലും അങ്ങനെ ചെയ്യാവുന്നതാണ് ലൈന് വരക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് കറക്റ്റായിട്ട് വരാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ സർക്കിളിൻ്റെ റൗണ്ടിലായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് പോരുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഗ്യാപ്പ് വരുന്നതിൽ നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു കെട്ട് കൂടിയിട്ടോ. നമ്മൾ ത്രെഡ് ഒരുപാട് ലെങ്ത്തിലെടുക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ വരിക. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ത്രെഡ് ചെറുതായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് കുറയുമ്പോഴൊക്കെയാണ് ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെങ്ത്ത് കുറച്ചെടുക്കുക കേട്ടോ ത്രെഡിൻ്റെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്നും ഇങ്ങനെ കടത്തി കൊടുത്തിട്ട് ഒന്നിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അത് കെട്ട് അവിടുന്ന് റിമൂവ് ആയിക്കോളും. വല്ലാണ്ട് ഇങ്ങോട്ട് കെട്ട് മുറുക്കി പോയാലൊക്കെയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പ്രയാസം വരിക. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ഇതാ ഞാൻ കെട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു ഫ്ലവറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് കണ്ടില്ലേ നമുക്ക് ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ മറ്റൊരു ത്രെഡ് കൊണ്ട് മറ്റൊരു കളറ് ത്രെഡ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഫ്ലവേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലൊരു കതിരായിട്ട് വരുന്നൊരു ഭാഗം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വരച്ചത് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവിടെ നമ്മളൊരു കതിരായിട്ടുള്ളൊരു ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വരയിലൂടെ തന്നെയാണ് നമ്മൾ ഓരോ ലൂപ്പും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമാണ് കറക്റ്റ് പൊസിഷനിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കതിരായിട്ടുള്ള ഭാഗങ്ങൾ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാനും ഇതുപോലെയുള്ള ഡിസൈൻ ചെയ്യാനും അതുപോലെ പൂമ്പൊടികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ഈ ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ സ്റ്റിച്ചുകളും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സ്റ്റിച്ചാണ് എല്ലാ സ്റ്റിച്ചും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചിലവരൊക്കെ ചില സ്റ്റിച്ചുകളെ ചെയ്തിട്ടുണ്ടാവുള്ളൂ ടൈം കിട്ടാനിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങൾ ഏതൊക്കെ സ്റ്റിച്ചാണ് ചെയ്ത് നോക്കിയിട്ടുള്ളതെന്നും. അതുപോലെ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്ക് കാണുമ്പോൾ നമുക്കതൊരു പ്രോത്സാഹനമാണ് കേട്ടോ, അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. താങ്ക്